വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ സീരീസ് 2024-25 തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് 1/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ലോ ക്വസ്റ്റ്യൻസ് ആണ്. അതേ കോഡിൽ കേട്ടോ, 1/2024 കോപ്പറേറ്റീവ് ലോ ക്വസ്റ്റ്യൻസ് ആണ്. വിശദമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ലോ കോഴ്സ് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ നമ്പറിലേക്ക് ബെസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുക. പിന്നെ കൂടാതെ നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ മെറ്റീരിയൽസും അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വേർ ഓൾ ആപ്ലിക്കൻസ് അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് ഓൺലി ഇൻഡിവിജ്വൽസ് ആണ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈച്ച് സച്ച് പേഴ്സൺ ബീയിങ് എ മെമ്പർ ഓഫ് എ ഡിഫറെൻറ്റ് ഫാമിലി ആയിരിക്കണം. വ്യത്യസ്ത കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരായിരിക്കണം എന്നറിയാം. മിനിമം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എത്ര കൂടാൻ പാടില്ല? ഷാൾ നോട്ട് ബി ലെസ് ദാൻ 25. ഓക്കെ, 25 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ കൊടുത്തിട്ടുണ്ട് 25 കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കേണ്ട സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് റൂൾ 3 കൂടി പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ സെക്ഷൻ 6 പറയുന്നുണ്ട്, സബ്സെക്ഷൻ 1 പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്? രജിസ്ട്രാർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. സബ്സെക്ഷൻ 2 പറയുന്നുണ്ട് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കൂടാതെ എത്ര കോപ്പീസ് കൊടുക്കണം പ്രൊപ്പോസ്ഡ് ബൈലോടെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചു കണ്ടിട്ടുള്ളതുമാണ്. 3 കോപ്പീസ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോസ് ആണ് ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കുക കേട്ടോ. 3 കോപ്പീസ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോ ആണ് ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കുക. അതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ 6 പിന്നെ അതുപോലെ ഡിഫറെൻറ്റ് ഫാമിലി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്പ്രഷൻ ഓഫ് മെമ്പർ ഓഫ് ഫാമിലിക്ക് പറഞ്ഞിട്ടുണ്ട്. വൈഫ്, ഹസ്ബൻഡ്, ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഇവരൊക്കെ നമ്മുടെ എന്താണ് മെമ്പർ ഓഫ് ഫാമിലിയാണ് കേട്ടോ. ഗ്രാൻഡ് മദർ, സ്റ്റെപ്പ് ഫാദർ, സ്റ്റെപ്പ് മദർ, സണ്ണ്, ഡോട്ടർ, സ്റ്റെപ്പ് സൺ, അതൊന്ന് വായിച്ചു വെക്കണം. അപ്പോൾ ഇങ്ങനത്തെ, അതായത് അങ്കിളൊന്നും അല്ല കേട്ടോ, അങ്കിൾ ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്കിള് നമ്മുടെ എന്താണ് എക്സ്പ്രഷൻ ഓഫ് എ മെമ്പർ ഓഫ് എ ഫാമിലിയിൽ എടുക്കില്ല. അപ്പോൾ അങ്ങനെ ചിലപ്പം കൂട്ടത്തിൽ പെടാത്ത പോലെ തരും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഈ സൈഡിൽ നിന്ന് നോക്കണം. പിന്നെ നിങ്ങൾ റൂൾ 3 നന്നായി പഠിക്കും വേണം കേട്ടോ. റൂൾ 3 ഇതിന് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അഫിലിയേഷനെ കുറിച്ചിട്ടാണ്. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി ആണ് പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ നമ്മൾ ഫുള്ള് കവർ ചെയ്യണം. Affiliation of an apex society shall be deemed to have been given to the applicant society if affiliation is not determined within dash days of application എന്നാണ് ചോദിച്ചത്. അതായത് അഫിലിയേഷന് അപ്പെക്സ് സൊസൈറ്റിക്ക് കൊടുത്തു അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എത്ര നാൾക്കകം ഡീംഡ് ടു ഹാവ് ബീൻ ഗിവൺ, അപ്ലിക്കൻ്റ് സൊസൈറ്റിക്ക് കൊടുത്ത് എത്ര നാൾക്കകം അത് പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കും എന്നാണ് പറഞ്ഞത്. എത്ര നാൾക്കകം കണക്കാക്കും, അതാണ് സെക്ഷൻ 8A എല്ലാ ക്ലോസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം PYQ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. 8A മാത്രമല്ല, അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി റൂൾ 16E ഈ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. 16E ഒന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 8A എന്തൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ സബ്സെക്ഷനായിട്ട് എന്താ പറയണത്? എവ്രി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇനിയിപ്പോൾ സെൻട്രൽ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, പ്രൈമറി ആയിക്കോട്ടെ, വിത്തിൻ സച്ച് ടൈം, കറക്റ്റ് ടൈമിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം ആർക്ക് അഫിലിയേഷൻ ചെയ്യണം? അപ്പെക്സ് സൊസൈറ്റിയിലോ സെൻട്രൽ, അതായത് പ്രൈമറി ആണെങ്കിൽ സെൻട്രലിലും, സെൻട്രൽ ആണെങ്കിൽ അപ്പെക്സിലും അഫിലിയേറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നതാണ് 8A സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത്. 8A സബ്സെക്ഷൻ 2 എന്താണ് പറയണതെന്ന് വെച്ചാൽ വേർ ദ അപ്പെക്സ് സൊസൈറ്റി അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റി does not within 45 days, ഇവിടെ 45 days ആണ് ആൻസർ ആയിട്ട് വരിക. വിത്തിൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ, അതായത് സൊസൈറ്റികളിൽ നിന്നും അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ലഭിച്ച് 45 ദിവസത്തിനകം അവർ ഡിറ്റർമിൻ ചെയ്യണം വെദർ സച്ച് അഫിലിയേഷൻ ഷുഡ് ബി ഗിവൺ ഓർ നോട്ട്, കൊടുക്കണോ വേണ്ടയോ എന്ന്. അതാണ് പറയുന്നത്. അപ്പം 45 ഡേയ്സിനകം അവർ തീരുമാനിക്കണം വെദർ ഇറ്റ് ഷുഡ് ബി ഗിവൺ ഓർ നോട്ട്. അതാണ് ക്വസ്റ്റ്യൻ. അതായത് അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി വിത്തിൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദിസ് ആപ്ലിക്കേഷൻ ഫ്രം ദാറ്റ് സൊസൈറ്റി ദേ ഷുഡ് ഡിറ്റർമിൻ വെദർ സച്ച് അഫിലിയേഷൻ ഷുഡ് ബി ഗിവൺ ഓർ നോട്ട്, കൊടുക്കണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കണം. സച്ച് അഫിലിയേഷൻ ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഗിവൺ ടു ദ അപ്ലിക്കൻ്റ് സൊസൈറ്റി ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ സെറ്റ് പീരിയഡ് ഓഫ് 45 days എക്സ്പയേഴ്സ്, അതായത് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തതായി കണക്കാക്കപ്പെടും എന്നാണ് പറയുന്നത് കേട്ടോ. എന്നാൽ
മൂന്നാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് വെൻ ദ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ആസ് ദ കേസ് മേ ബി റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അവിടെ ഒരു കണ്ടീഷൻ വ്യത്യസ്തമാണ്. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫോർ എ അഫിലിയേഷൻ അണ്ടർ സബ്സെക്ഷൻ 1 പ്രകാരം ഇവർക്ക് അഗ്രീവ്ഡ് സൊസൈറ്റിക്ക് ഫയൽ ആൻ അപ്പീൽ ബിഫോർ രജിസ്ട്രാർ. പ്രത്യേകം ശ്രദ്ധിക്കണം, റിജക്റ്റ് ചെയ്താൽ അപ്ലിക്കേഷന് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് ആർക്ക് മുൻപാകെയാണ് എന്ന് ചോദിച്ചാൽ ബിഫോർ ദ രജിസ്ട്രാർ ആണ് കേട്ടോ. അപ്പോൾ അതൊരു നല്ല ക്ലോസ് ആണ്, അത് പഠിച്ചു വെക്കണം. ബിഫോർ ദ രജിസ്ട്രാർ എഗെയിൻസ്റ്റ് സച്ച് റിജക്ഷൻ, അത്തരത്തിലുള്ള റിജക്ഷനെതിരെ വിത്തിൻ 30 ഡേയ്സ് 30 ദിവസത്തിനകം എന്ത് സ്വീകരിച്ച്, ഓർഡർ ഓഫ് റിജക്ഷൻ സ്വീകരിച്ച് 30 ദിവസത്തിനകം അഗ്രീവ്ഡ് സൊസൈറ്റി അപ്പീൽ ഫയൽ ചെയ്യണം. ആർക്ക് മുമ്പാകെ? രജിസ്ട്രാർക്ക് മുൻപാകെ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ രജിസ്ട്രാർ എന്ത് ചെയ്യണം? ഷാൾ ഡിസ്പോസ് ദ അപ്പീൽ വിത്തിൻ 60 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പീൽ. 60 ദിവസത്തിനകം ഈ ഡേറ്റ് ഓഫ് അപ്പീലിന്മേൽ ഡിസ്പോസ് ചെയ്തിരിക്കണം. വിധി അപ്പീൽ ഫയൽ ചെയ്ത് 60 ദിവസത്തിനകം തിരിച്ചെന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം. അത് രജിസ്ട്രാർ ഉത്തരവാദിത്തമാണ് കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്നൊക്കെ എന്താണ് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ആ ഒരു മൂന്നാമത്തെ സെക്ഷനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡേയ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിത്തിൻ 45 ഡേയ്സിനകം എന്ത് ചെയ്യണം? അഫിലിയേഷൻ നടത്തണോ വേണ്ടയോ തീരുമാനിക്കുക, അത് ചെയ്തു കൊടുക്കാം. ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ ആപ്ലിക്കൻ സൊസൈറ്റി ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് സെഡ് പീരിയഡ് 45 എക്സ്പയറി ആയാൽ ഇറ്റ് ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഗിവൺ, കൊടുത്തതായി കണക്കാക്കപ്പെടും. എന്നാൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ഫയൽ ചെയ്യാം? അപ്പീൽ ഫയൽ ചെയ്യാം. ആർക്ക് മുൻപാകെ? രജിസ്ട്രാർക്ക് മുൻപാകെ. എത്ര ദിവസത്തിനകം അപ്പീൽ കൊടുക്കണം? വിത്തിൻ 30 ഡേയ്സിനകം അപ്പീൽ കൊടുക്കണം. ഓർഡർ ഓഫ് റിജക്ഷൻ കിട്ടി, 30 ദിവസത്തിനകം അപ്പീൽ രജിസ്ട്രാർ മുമ്പാകെ ഫയൽ ചെയ്ത് രജിസ്ട്രാർ അതിന്മേൽ ഡിസ്പോസ് ചെയ്യേണ്ട കാലാവധി 60 ദിവസമാണ് കേട്ടോ. വിത്തിൻ 60 ഡേയ്സാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സെക്ഷൻ 10 കേട്ടോ. സെക്ഷൻ 10മായി ബന്ധപ്പെട്ടാണ്. സെക്ഷൻ 10 ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പെർട്ടൈൻസ് ടു ഡാഷ് ഓഫ് സൊസൈറ്റി. എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സെക്ഷൻ 10 എന്താണ്? ചേഞ്ച് ഓഫ് നെയിമാണ് കേട്ടോ. ചേഞ്ച് ഓഫ് നെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് എഴുതിയെടുക്കുക. ഇപ്പം നമ്മുടെ എല്ലാ ഒരുവിധം ചാനൽസിലൊക്കെ അവൈലബിൾ. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ സെക്ഷനും റൂൾസും ഒക്കെ മാത്രം കിട്ടുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അവൈലബിൾ ആവുമെങ്കിൽ ഈ ബുക്കിലുണ്ടാവും. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. എഴുതിയെടുത്തൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക. 1 മുതൽ 10 വരെയുള്ളത് കാണാതെ പഠിക്കുക. 10 മുതൽ 20 വരെയുള്ളത് കാണാതെ പഠിക്കുക. 20 തൊട്ട് 30 അങ്ങനെ ഓരോ ദിവസമാകുമ്പോൾ നമുക്ക് ബേർഡൻ തോന്നില്ല. അങ്ങനെ പഠിച്ചു വരിക കേട്ടോ. അതിൻ്റെ കൂടെ റൂളും കണക്ട് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പം എല്ലാം കവറപ്പ് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ സെക്ഷൻ 10മായി ബന്ധപ്പെട്ട് നമ്മൾ സെക്ഷൻ 10 എന്താണ്? നെയിമുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റിയാണ് വരുന്നത്. അതുമായി കണക്ട് ചെയ്യേണ്ടതാണ് റൂൾ 4B. അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് അവിടെ. മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞ് 4Bയിൽ റൂള് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 4B റൂള്, അതായത് സർട്ടിഫിക്കറ്റ് ഈ ചേഞ്ച് ഓഫ് നെയിമുമായി ബന്ധപ്പെട്ടിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രീതികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ ഒരു ഫോം നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ. 3B ആണ്. അപ്പൻഡിക്സ് 2ലാണ് ഫോമിനെ കുറിച്ച് പറയുന്നത്. ഫോമിനെ കുറിച്ച് സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരെങ്കിലും ജസ്റ്റ് പോയി നോക്കാം കേട്ടോ. ഫോം നമ്പർ 3B എന്താണ് പറയുന്നത്? ഈ ഒരു മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റിയാണ് 3B പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വേർ ദ രജിസ്ട്രാർ റിഫ്യൂസസ് ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ദ ബൈലോസ് ഓഫ് സൊസൈറ്റി. അതായത് ബൈലോ അമെൻമെൻറ്റിന് കൊടുത്തു. അപ്പോൾ ബൈലോ അമെൻമെൻറ്റിന് കൊടുത്തിട്ട് രജിസ്ട്രാർ റിഫ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഹീ ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റിഫ്യൂസൽ. ഈ ഓർഡർ ഓഫ് റിഫ്യൂസൽ ടുഗദർ വിത്ത് ദ റീസൺസ്, എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്ന് അദ്ദേഹം അറിയിക്കണമല്ലോ. അത് എത്ര ദിവസത്തിനകം സൊസൈറ്റിയെ അറിയിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? രജിസ്റ്റർ ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12 വരുന്നത് കേട്ടോ. അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഓഫ് എ സൊസൈറ്റി വരുന്ന സെക്ഷൻ 12 റൂൾ 9 അതിൽ നമ്മളെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സബ്സെക്ഷൻ 4മായി ബന്ധപ്പെട്ട കാര്യമാണ്. വേർ ദ രജിസ്ട്രാർ റിഫ്യൂസസ് ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ദ ബൈലോസ് ഓഫ് എ സൊസൈറ്റി ഹി ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റിഫ്യൂസൽ ടുഗദർ വിത്ത് ദ റീസൺസ് വിത്തിൻ 7 ഡേയ്സ് ആണ് പറയുന്നത് കേട്ടോ. 7 ദിവസത്തിനകം സൊസൈറ്റീനെ അറിയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പറയുന്നത് സബ്സെക്ഷൻ 4ലാണ് കേട്ടോ. സബ്സെക്ഷൻ 4ലാണ് ഈ വിത്തിൻ 7 ഡേയ്സ് ഓഫ് ദ ഓർഡർ ടു ദ സൊസൈറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ പഠിക്കണം. അപ്പോൾ ഈ സെക്ഷൻ 12 എന്താ പറയണതെന്ന് വെച്ചാൽ
ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 3 എന്താ പറയണമെന്ന് വെച്ചാൽ സബ്സെക്ഷൻ 3 എന്താ പറയണമെന്ന് വെച്ചാൽ ദ രജിസ്ട്രാർ ഷാൾ ഫോർവേഡ് ടു ദ സൊസൈറ്റി കോപ്പി ഓഫ് രജിസ്റ്റേർഡ് അമെൻമെൻറ്റ് ടുഗദർ വിത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ കൂടെ കോപ്പി ഓഫ് പിന്നെ അമെൻമെൻറ്റും കൂടി എന്ത് ചെയ്യണം, കൊടുക്കണം. സൈൻഡ് ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. സച്ച് സർട്ടിഫിക്കറ്റ് ഷാൾ ബി കൺക്ലൂസീവ് എവിഡൻസ് ആണ് ദാറ്റ് ദ അമെൻമെൻറ്റ് ഹാസ് ബീൻ ഡ്യൂലി രജിസ്റ്റേർഡ് എന്നതിനുള്ള കൺക്ലൂസീവ് എവിഡൻ്റ് ആണ് ഈ ഒരു സൈൻഡ് ആയിട്ടുള്ള സീലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിത്ത് അമെൻമെൻറ്റ്, രജിസ്റ്റേർഡ് അമെൻമെൻറ്റ് കേട്ടോ. അതിൽ 4 പറയുന്നത് ഈ ഒരു 7 days ആണ്. പിന്നെ 4A പറയുന്നുണ്ട്, ആൻ അപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ദ ബൈലോസ് ഓഫ് ദ സൊസൈറ്റി ഷാൾ ബി ഡിസ്പോസ്ഡ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ സെയിം എന്ന് പറയുന്നുണ്ട്. അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, രജിസ്റ്റർ അമെൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യേണ്ട കാലാവധി എത്ര ദിവസത്തിനകമാണ്, 90 daysനകമാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ റെഫ്യൂസ് ചെയ്ത കാര്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ 90 daysഉം ചോദിച്ചിട്ടുള്ളതാണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് എന്താണ്, റൂൾ 9 കൂടി നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നന്നായി വായിച്ചു പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇഫ് any member does not exercise his option when a society passes any resolution as per section 14 of KCS Act. അപ്പോൾ നമ്മൾ സെക്ഷൻ 14 എന്താണ് ജസ്റ്റ് നമ്മൾ മനസ്സിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടണം. അമാൽഗമേഷൻ, മർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ആണ് 14 വന്നിട്ടുള്ളത്. വിത്തിൻ എ പീരിയഡ് ഓഫ് എത്ര മാസത്തിനകം ഈ ഒരു നോട്ടീസ് സെർവ്ഡ് അപ്പോൺ ഹിം, ഈ നോട്ടീസ് കിട്ടി എത്ര ദിവസത്തിനകമാണ് ആൾ ആ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യേണ്ടതെന്നാണ്. ഹി ഷാൾ ബി ഡീംഡ് ടു ഹാവ് ഗിവൺ ഹിസ് അസെൻറ്റ് കൊടുക്കുക, സമ്മതം കൊടുക്കുക ഈ പ്രപ്പോസലിന് കണ്ടെയ്ൻഡ് ഇൻ ദ റെസല്യൂഷൻ പാസ്സാക്കി എത്ര മാസത്തിനകം എന്ത് ചെയ്യണം, ഈ മെമ്പറിനെ അറിയിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അമാൽഗമേഷൻ ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് അത്. അപ്പോൾ അമാൽഗമേഷൻ എന്ന് വെച്ചാൽ സബ്സെക്ഷൻ 14 അമാൽഗമേഷൻ, മർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. സബ്സെക്ഷൻ 1 എന്താ പറയുന്നത് വെച്ചാൽ എ സൊസൈറ്റി മേ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. രജിസ്ട്രാർ മുൻകൂർ സമ്മതപ്രകാരമാണ് ചെയ്യേണ്ടത്. ബൈ എ റെസല്യൂഷൻ പാസ്സാക്കണം വിത്ത് എ സിമ്പിൾ മെജോറിറ്റി. സോ അതും നോട്ട് ചെയ്യുക, സിമ്പിൾ മെജോറിറ്റിയാണ് വേണ്ടത് ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ ഇവിടെ 3 പോയിന്റ് നമ്മൾ പറഞ്ഞു. സൊസൈറ്റി പ്രയർ അപ്രൂവൽ വാങ്ങണം എന്ന് പറഞ്ഞു, റെസല്യൂഷൻ പാസ്സാക്കണം എന്ന് പറഞ്ഞു. റെസല്യൂഷൻ പാസ്സാക്കുന്നത് സിമ്പിൾ മെജോറിറ്റിയിലായിരിക്കണം അമാൽഗമേഷൻ കേട്ടോ. അതിന് 2 ടൈപ്പ് ചെയ്യാം, അതായത് ട്രാൻസ്ഫർ ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ വോൾ, ഒന്നെങ്കിൽ മൊത്തമായിട്ട് മാറ്റാം, അല്ലെങ്കിൽ പാർട്ട് ടു എനി അതർ സൊസൈറ്റി, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഇതിനെ 2 അതിലധികമോ സൊസൈറ്റികളായി ഡിവൈഡ് ചെയ്യാം, അങ്ങനെ നടത്താം. അതാണ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഏത് വേണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. സബ്സെക്ഷൻ 2 പറയുന്നത് എനി 2 or more സൊസൈറ്റീസ് മേ വിത്ത് ദ അവിടെയും പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ കൂടിയിട്ട് റെസല്യൂഷൻ സിമ്പിൾ മെജോറിറ്റിയിൽ കൂടിയിട്ട് അവരെന്ത് തീരുമാനിക്കാം, അമാൽഗമേറ്റ് ദംസെൽവ്സ് ആൻഡ് ഫോം എ ന്യൂ സൊസൈറ്റി. ഒന്നിലധികം സൊസൈറ്റികൾ അമാൽഗമേറ്റ് ചെയ്ത് ന്യൂ സൊസൈറ്റി ആക്കാം, അതിനുള്ള പ്രൊവിഷനുമുണ്ട്. ഓക്കെ, ഇനി 2A എന്താ പറഞ്ഞിട്ടുള്ളത്, 2Aയും ഉണ്ട്, 3യിലും ഉണ്ട് കേട്ടോ. 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. 8 സബ്സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു അമാൽഗമേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ റൂളും അങ്ങനത്തെ കാര്യങ്ങൾ 14A വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സിനുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചോദ്യത്തിന് ആസ്പദമായിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് സബ്സെക്ഷൻ 4 കേട്ടോ. സബ്സെക്ഷൻ 4 പറഞ്ഞിട്ടുള്ളത്. സബ്സെക്ഷൻ 4 എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ വെൻ എ സൊസൈറ്റി ഹാസ് പാസ്ഡ്, ഇത്തരത്തിലൊരു റെസല്യൂഷൻ ഹാസ് പാസ്ഡ്, ഇറ്റ് ഷാൾ ഗീവ് നോട്ടീസ് കൊടുക്കണം. ആർക്കാ നോട്ടീസ് കൊടുക്കേണ്ടത്, റൈറ്റിംഗ് ടു ഓൾ ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അവരെ അറിയിക്കണ്ടേ, ഞങ്ങൾ സൊസൈറ്റി പിന്നെ 2 സൊസൈറ്റിയിൽ കൂടിയിട്ട് ഒരു പുതിയ സൊസൈറ്റി ആക്കുകയാണെന്ന് അറിയിക്കേണ്ട ഉത്തരവാദിത്തമില്ലേ മെമ്പേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും. ഓക്കെ, അവർക്ക് താല്പര്യമുണ്ടോ, ഇതിൽ നിൽക്കണോ, ഇത് മുങ്ങാൻ പോണ കപ്പലാണോ, അതോ എന്താണ്, പിടിവിടണോ, അല്ലെങ്കിൽ അവർക്ക് മതിയാക്കി പോകണോ, അല്ലെങ്കിൽ എന്താണെന്ന് അവർക്ക് അറിയണം അല്ലേ. അപ്പോൾ അവരെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം സൊസൈറ്റിക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് റെസല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ ടു ഓൾ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും അറിയിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അത് എത്ര ദിവസത്തിനകം, വിത്തിൻ എ പീരിയഡ് ഓഫ് 2 months. 2 months ആണ് സമയം കൊടുക്കുക. ഫ്രം ദ ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് ദ നോട്ടീസ് അപ്പോൺ ഹിം അവർക്ക് ഹാവ് ദ ഓപ്ഷൻ
2 മന്ത്സിനകം അവർക്ക് വിഡ്രോയിങ് ഹിസ് ഷെയർസ്, അവരുടെ ഷെയർസ് പിൻവലിക്കാനും ഡെപ്പോസിറ്റ്സ് പിൻവലിക്കാനും ലോൺസ് തിരിച്ചടയ്ക്കാനും ക്ലോസ് ചെയ്യാനും ഒക്കെയുള്ള സമയപരിധിയാണ് ഈ 2 മന്ത്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2 മന്ത്സ് കേട്ടോ. 2 മന്ത്സ് ആണ് ഇവിടെ എന്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, 2 മന്ത്സിനകം അവർക്ക് എക്സസൈസിങ് ദെയർ ഓപ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സസൈസ് ദെയർ ഓപ്ഷൻ, അവർക്ക് അവരുടെ ഓപ്ഷൻ കൊടുക്കാനുള്ള സമയമാണ്, ചിന്തിച്ച് തീരുമാനം എടുക്കാനുള്ള സമയമാണ് 2 മന്ത്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 14 അമാൽഗമേഷൻ മർജർ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. അതിൽ 14 സബ്സെക്ഷൻ 4 വെൻ എ സൊസൈറ്റി പാസ് ചെയ്തു നോട്ടീസ് റൈറ്റ് ചെയ്യണം. ആർക്കൊക്കെ കൊടുക്കണം? ഓൾ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. എത്ര നാൾ കൊടുക്കണം? വിത്തിൻ എ പീരിയഡ് ഓഫ് 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് ദിസ് നോട്ടീസ്. അവർക്ക് ഹാവ് ദ ഓപ്ഷൻ ഓഫ് വിഡ്രോയിങ് ഹിസ് ഷെയർസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ് ആസ് ദ കേസ് മേ ബി. അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം അല്ലേ. ഇനിയിപ്പം സബ്സെക്ഷൻ 5 പറയുന്നുണ്ട് എനി മെമ്പർ ഓർ ക്രെഡിറ്റർ ഹു ഡസ് നോട്ട് എക്സസൈസ് ഈസ് ഓപ്ഷൻ. ഈ ഓപ്ഷൻ അവർ വിനിയോഗിച്ചില്ല എന്ന് വിചാരിക്കുക വിത്തിൻ ദ പീരിയഡ് സ്പെസിഫൈഡ് ഈ 2 monthsനകം. അപ്പോൾ ഇറ്റ് ഡീംഡ് ടു ഹാവ് ഗിവൺ ഹിസ് അസൻ. അവർ അസൻ നമ്മൾ പറയില്ലേ, മൗനം സമ്മതം എന്ന് പറയില്ലേ, അതേപോലെ അവർ ഈ ഇത് കണ്ടു ഒന്നും പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ എന്തായി? ഗിവ് ഹിസ് ഹസൻ, അദ്ദേഹത്തിൻ്റെ സമ്മതം കിട്ടിയതായി പരിഗണിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടെങ്കിൽ ആൾക്ക് പറയാമായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണമാണ് ആൾ മിണ്ടാത്തത്. സോ എന്തില്ല, കിട്ടിയതായി പരിഗണിക്കും. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ചിലപ്പോൾ വന്നേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നതിനെ കുറിച്ചാണ്. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി പ്രൊമോട്ടഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ദ. ആരാണ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ തൊട്ടാണ്. അപ്പോൾ ലോയുടെ ബുക്ക് വെച്ച് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുമ്പോൾ തൊട്ടുള്ള ഭാഗത്ത് തന്നെയാണ് ഇതൊക്കെ കിടക്കുന്നത്. 14 ബന്ധപ്പെട്ട് നമ്മളിവിടെ കഴിഞ്ഞു, അമാൽഗമേഷൻ മർജർ കഴിഞ്ഞു. 14A ഈ ഒരു പ്രൊവിഷൻസ് തന്നെയാണ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് DCBനെ കേരള ബാങ്കിലേക്ക് ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. 14AA ആണ് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്. അപ്പോൾ ഈ ഹെഡിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ജസ്റ്റ് നോട്ട് ചെയ്തോളും. നമുക്ക് സിമ്പിളായി തോന്നാം, പക്ഷേ അതൊരു നല്ല പോയിൻ്റാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, സബ്സെക്ഷൻ 1 പറയുന്നുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ബൈ എ റെസൊല്യൂഷൻ പാസ്റ്റ് ജനറൽ ബോഡിയിൽ പാസ് ചെയ്യണം. എങ്ങനെ? സിമ്പിൾ മെജോറിറ്റിയാണ് വേണ്ടത് കേട്ടോ. പ്രസൻറ്റ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് പ്രൊമോട്ട് 1 or more, ഒന്ന് മാത്രമല്ല, അല്ലെങ്കിൽ മോർ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രൊമോട്ട് ചെയ്യാം. വിച്ച് മേ ബി രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ പ്രകാരം രജിസ്റ്റർ ചെയ്ത രീതിയിൽ ഫോർ ദ ഫർദറൻസ് ഓഫ് ഇറ്റ് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം അതിൻ്റെ സ്റ്റേറ്റഡ് ഒബ്ജക്ട്സ് ഫർദറൻസ് ചെയ്യണം. ഫർദറൻസ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കണം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്നും വ്യതിചലിച്ച് മറ്റു വല്ല ബിസിനസ്സും ചെയ്യണമെങ്കിൽ അവർക്ക് പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ വേണം. അപ്പോൾ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫർദറൻസ് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്റ്റേറ്റഡ് ഒബ്ജക്ട്സ് ഫർദറൻസ് വേണമെങ്കിൽ ആരിൽ നിന്നും പ്രയർ അപ്രൂവൽ വാങ്ങണം? രജിസ്ട്രാറിൽ നിന്നും പ്രയർ അപ്രൂവൽ വാങ്ങണം എന്ന് പ്രതിപാദിക്കുന്നതാണ് 14AA സബ്സെക്ഷൻ 1. സിമ്പിൾ മെജോറിറ്റി വേണമെന്നും അവിടെ പറയുന്നുണ്ട് കേട്ടോ. 1 or more സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ 14AA സബ്സെക്ഷൻ 1 2 പറയുന്നത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആസ്പദമായത്. എനി സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടഡ് അണ്ടർ സബ്സെക്ഷൻ 1 പ്രകാരമുള്ളത് ഷോൾ എക്സിസ്റ്റ് ഓൺലി ആസ് ലോങ് ആസ് ദ ജനറൽ ബോഡി എക്സിസ്റ്റ്. എത്ര നാൾ ജനറൽ ബോഡി എക്സിസ്റ്റ് ചെയ്യുന്നുവോ അത്രയും നാൾ മാത്രമാണ് അത് നിലനിൽപ്പുള്ളൂ കേട്ടോ. അതാണ് പറയുന്നത് കേട്ടോ. ജനറൽ ബോഡി ആണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം പറയുന്നുണ്ട് ഈ 14AA സബ്സെക്ഷൻ 2 കേട്ടോ. ഷാൾ എക്സിസ്റ്റ് ഓൺലി ആസ് ലോങ് ആസ് ദ ജനറൽ ബോഡി ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീംസ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് നെസസറി. ജനറൽ ബോഡിക്ക് അത് എത്ര നാൾ തുടരണം എന്ന് തോന്നുന്നുവോ അത്രയും നാളെ എന്തുള്ളൂ, അതിന് നിലനിൽപ്പുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ പാർട്ട്ണർഷിപ്പൊന്നും 14B പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പൊന്നും ഇതുപോലെ എന്ത് വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ആ ഭാഗം നോക്കണം. അത് കഴിഞ്ഞ് പിന്നെ 15 കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം കഴിഞ്ഞുമല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പം ഓരോരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓക്കെ. അടുത്തത് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതുപോലെ ആൻഡ് അതർ ഓർഗനൈസേഷൻ രജിസ്ട്രേഡ് അണ്ടർ എനി അതർ ലോ മേ ബി അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ് ഇൻ ദ കേസ്. അതായത് ഈ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റും അതർ ഓർഗനൈസേഷൻസും രജിസ്ട്രേഡ് അണ്ടർ എനി അതർ ലോ അവരെയൊക്കെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാനുള്ളത് ആർക്കാണ് പറ്റുക? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്കാണോ പറ്റുക? ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണോ പറ്റുക? സൊസൈറ്റി ഫോംഡ് ഫോർ ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ത്രൂ സ്പെസിഫൈഡ് ആക്ടിവിറ്റിക്കാണോ പറ്റുക? അതോ സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ബെനിഫിറ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സൊസൈറ്റി, അപ്പോൾ അവർക്കാണോ പറ്റുക? അപ്പോൾ കുറേ ഈ ഒരു ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പറ്റുക കേട്ടോ. ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് അതർ ഓർഗനൈസേഷൻ രജിസ്റ്റേർഡ് അണ്ടർ എനി അതർ ലോ മേ ബി അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ്. ഏത് ലോ പ്രകാരം രജിസ്റ്റേർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രിയലോ കൊമേഴ്ഷ്യലോ എസ്റ്റാബ്ലിഷ്മെൻറ്റിനോ ഓർഗനൈസേഷൻസിനോ മെമ്പർഷിപ്പ് കൊടുക്കാൻ, അവരെ മെമ്പേഴ്സായി അഡ്മിറ്റ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ പ്രൊവിഷൻ ആർക്ക് മാത്രമേ ഉള്ളൂ? ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെക്ഷൻ 16 അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വൃത്തിക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സൊസൈറ്റിയാണ്. അവരുടെ മെയിൻ ഒബ്ജക്റ്റ് എന്താണ്? റൺ എ ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ ടു കണ്ടക്ട് മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങളാവാം, അല്ലെങ്കിൽ ടു റൺ മെഡിക്കൽ ഷോപ്പുകളാവാം. അവർക്കുള്ള പ്രത്യേക പ്രൊവിഷനാണത്. ഈ ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും അതർ ഓർഗനൈസേഷനെയും രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ, ഏത് ലോ പ്രകാരം രജിസ്റ്റർ ചെയ്തവരേനും അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സായിട്ട് അഡ്മിറ്റ് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ആർക്കും അങ്ങനെ പറ്റില്ല. അങ്ങനെ ഒരു പ്രൊവിഷൻ ഇവർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എ മെമ്പർ ഓഫ് എ സൊസൈറ്റി ഹു ഹാസ് ഫെയിൽഡ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദാറ്റ് ക്യാൻ ബി എക്സ്പെൽഡ് അപ്പോൺ റെസൊല്യൂഷൻ ടേക്കൺ ആസ് എ സ്പെഷ്യൽ ജനറൽ ബോഡിയിൽ കൺവീൻഡ് ഫോർ ദ പർപ്പസ് ബൈ ദ വോട്ട്സ് നോട്ട് ലെസ് ദാൻ. എത്ര വോട്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? അപ്പോൾ എത്ര മെജോറിറ്റിയിൽ വന്നാലാണ് എക്സ്പെൽഷൻ്റെ കാര്യം, ഫെയിൽഡ് ടു കംപ്ലൈ വിത്ത് എക്സ്പെൽ ചെയ്യുന്നതിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ എക്സ്പെൽഷൻ്റെ കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എക്സ്പെൽഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 17 എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 17 റൂൾ 18 എക്സ്പെൽഷൻ കേട്ടോ. അപ്പോൾ സെക്ഷൻ 17 സബ് സെക്ഷൻ 1 തന്നെ പറയുന്നുണ്ട്. എന്താ പറയണത്? 17 എന്താ പറയണത്? എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഹു ആക്ട് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ്, അതായിരിക്കും കാരണം, അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് അഡ്വേഴ്സായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഫെയിൽഡ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ബൈലോ പ്രൊവിഷൻസ് എന്ത് ചെയ്യുക? പാലിക്കപ്പെടാതിരിക്കുക. ഈ 2 കാരണങ്ങളാണ് എക്സ്പെൽഷന് പറയുന്നത്. ഈ 2 കാരണങ്ങൾ പ്രകാരം എക്സ്പെൽ ചെയ്യാൻ റെസൊല്യൂഷൻ ജനറൽ ബോഡിയിൽ, സ്പെഷ്യൽ ജനറൽ ബോഡിയിൽ, ഈ ഒരു പർപ്പസിന് വേണ്ടി കൺവീൻഡ് ഫോർ ദിസ് പർപ്പസ് ഓൺലി, അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മീറ്റിങ്ങിലാണ് ജനറൽ കൂടേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് നോട്ട് ലെസ് ദാൻ 2/3 വേണ്ടത്. 2/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രസൻറ്റ് വോട്ടിംഗ് വേണം. അപ്പോൾ ഇവിടെ 2/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതാ വന്നിട്ടുള്ള? സി ഓപ്ഷനാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ എക്സ്പെൽഷൻ്റെ കാരണം പറഞ്ഞു. എനി മെമ്പർ ഓഫ് സൊസൈറ്റി 1 ഹു ആക്ട്സ് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. ബി എന്താണ്? ഫെയിൽഡ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ബൈലോ. ഈ 2 കാരണങ്ങൾ കൊണ്ടാവണം എക്സ്പെൽഷൻ നടക്കേണ്ടത്. എക്സ്പെൽഷൻ്റെ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടത് സ്പെഷ്യൽ ജനറൽ ബോഡിയിലായിരിക്കണം വിത്ത് 2/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ഇൻ ദ മീറ്റിംഗ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ആൾക്ക് രണ്ടാമത്തെ സബ്സെക്ഷനിൽ പറയുന്നുണ്ട് എക്സ്പെൽ ചെയ്യുന്നത് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, മേക്കിംഗ് ഹിസ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, മൂന്നാമത്തെ സബ്സെക്ഷനിൽ പറയുന്നുണ്ട് കോപ്പി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, റെസൊല്യൂഷൻ്റെ കോപ്പി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വിത്തിൻ എ പീരിയഡ് ഓഫ് 15 days പാസിങ് സച്ച് റെസൊല്യൂഷൻ പാസ്സാക്കി 15 daysനകം ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? മെമ്പറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ ക്ലോസിൽ എന്താ പറയുന്നത്? ദ എക്സ്പെൽഷൻ ഫ്രം മെമ്പർഷിപ്പ് മേ ഇൻവോൾവ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പർ. ഷെയർസ് ക്യാൻസലാക്കുന്നതും ഇതുമിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നു.
അഞ്ചാമത്തെ സബ്സെക്ഷൻ പറയുന്നത് നോ മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഹു ഹാസ് ബീൻ എക്സ്പെൽഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സ്പെൽഡ് എന്തു പ്രകാരം? റീഅഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് ദാറ്റ് സൊസൈറ്റി ഫോർ എ പീരിയഡ് ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് എക്സ്പെൽഷൻ. ഓക്കെ, നോ മെമ്പർ ഓഫ് സൊസൈറ്റി 1 വർഷം കഴിയണം. പിന്നെ റീഅഡ്മിഷൻ കൊടുക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഫ് ദാറ്റ് സൊസൈറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആ സൊസൈറ്റിയിൽ റീഅഡ്മിഷൻ എടുക്കാനാണ്. വേറൊരു സൊസൈറ്റിയിൽ പോയിട്ട് ആൾക്ക് അഡ്മിഷൻ എടുക്കാം, പക്ഷേ ആ സൊസൈറ്റിയിൽ റീഅഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് 1 വർഷം കഴിയണം എന്നാണ് പറഞ്ഞത്. ഓഫ് ദാറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലോസ് നോട്ട് ചെയ്തോളൂ. പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ. റൂൾ 18 പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആസ് പെർ സെക്ഷൻ 18(3) നോമിനൽ മെമ്പർ ഷാൾ ബി എൻടൈറ്റിൽ ടു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 18(3) എന്താണ്? 18 പറയുന്നത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. 18(3) പറയുന്നത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ഷാൾ ഹാവ് പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എ മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എ മെമ്പർ അത് കൊടുക്കണു. ഓപ്ഷൻ ഡിയിൽ അത് കൊടുക്കണു. പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എ മെമ്പർ ആർക്കുള്ളത്? നോമിനൽ മെമ്പർക്ക് ഉണ്ട് എന്ന് പറയുന്നു. പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എ മെമ്പർ. പിന്നെ ഉണ്ട് എലിജിബിൾ ടു എൻജോയ് വാരിയസ് സർവീസസ്, അതിനുള്ളതുണ്ട്. ഇൻക്ലൂഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദ സൊസൈറ്റീസ് എൻജോയ് ചെയ്യാം. സബ്ജക്റ്റ് ടു സച്ച് ലയബിലിറ്റീസ് ഓഫ് എ മെമ്പർ. ബൈലോയിൽ പറഞ്ഞിട്ടുള്ള പോലെ പറ്റുള്ളൂ, എന്നാലും പ്രിവിലേജസും റൈറ്റ്സും ഉണ്ട് മെമ്പർക്ക് കേട്ടോ. അതാണ് പറയുന്നത്. അപ്പോൾ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ സെക്ഷൻ 18 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇൻഡിവിജ്വൽസിനെയാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് ആക്കാൻ പറ്റുക. ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ അഡ്മിറ്റ് എനി അതർ സൊസൈറ്റി ആസ് എ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. അപ്പോൾ അവിടെ ഒരു ക്ലോസ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് മറ്റ് സൊസൈറ്റികളേനെ നോമിനൽ മെമ്പേഴ്സ് ആക്കാൻ കഴിവുള്ള ആർക്കാണ്? ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഇൻഡിവിജ്വൽസിനെയാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ആക്കുക. പക്ഷേ ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ അഡ്മിറ്റ് എനി അതർ സൊസൈറ്റി ആസ് എ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ വീണ്ടും നമ്മൾ അതെന്താണെന്ന് പറയുന്നില്ല കേട്ടോ. ഓക്കെ, അതാണ് ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു പോയിന്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് എ മെമ്പർ അഡ്മിറ്റഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ദ എലക്ഷൻ. അതായത് എലക്ഷൻ്റെ തൊട്ട് മുന്നേ ഉള്ള എത്ര ദിവസത്തിനകം അഡ്മിറ്റ് ചെയ്ത മെമ്പർക്കാണ് ഷാൾ നോട്ട് ഹാവ് റൈറ്റ് ടു വോട്ട് ഇൻ ദ എലക്ഷൻ, എലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്തത് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ട് സ്ഥിരം നമ്മുടെ ഒരുപാട് പ്രാവശ്യം ചോദിച്ച PYQ ആണ്. വിത്തിൻ 16 days കേട്ടോ. എലക്ഷന് 60 ദിവസം മുൻപേയുള്ള തൊട്ട് മുന്നേയുള്ള സമയത്ത് അഡ്മിറ്റ് ചെയ്ത മെമ്പർക്ക് എന്തില്ല? റൈറ്റ് ടു വോട്ട് ഉണ്ടോ? ഇല്ല കേട്ടോ. എലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല എന്ന് പറയുന്നതാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.